കോഫി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഇനി ഇതും കൂടി കുടിച്ചിട്ട് വേണം പോയി എല്ലാം കൂടി ഒന്ന് ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ. വേറെ സൈറ്റിലാ സ്കാഡ പോയി. നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട, അത് താനേ പോണ സാധനമായിരുന്നു. ആട്ടോയിൽ വർക്ക് ആവണമായിരുന്നു, കുഴപ്പമില്ല. കൺട്രോളില്ല, അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പിന്നെ കുഴപ്പമില്ല. പിന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇനി കുഴപ്പമില്ല. ഇനി ഒരെണ്ണം കൺട്രോൾ ചെയ്യാൻ ചേഞ്ച് ചെയ്യാവുണ്ട്. അതിന് എത്ര 2-3 മണിക്കൂർ ഓടും അത്. അപ്പൊ അതുകൊണ്ട് അതിനും തലയിടാം. ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒരു 5-10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ഫോൺ കൊണ്ട് ചാർജ് ചെയ്യാം. മതി. കൺട്രോൾ എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പോയി ഇനി ഫുള്ളൊന്ന് നോക്കട്ടെ. ഫുള്ളാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിയില്ല മാച്ച്. ഇന്നിനി വേണ്ട, വൈകുന്നേരം നോക്കാൻ നേഴ്സുമാർക്ക്. ലെവല് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പ്രഷർ കുറവാ, ഔട്ട് പോണത് കൂടുതൽ. ഇനിയിപ്പോൾ അവൻ വന്നിട്ട് താഴെ പോയി ഓപ്പൺ ചെയ്യേണ്ടി വരും. അവൻ ഓപ്പൺ ചെയ്യട്ടെ, എന്നാ റെഡി. അപ്പം ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇറങ്ങാം. ഇനി പോയി സൺറൈസ് ഒക്കെ നോക്കി പോയി ഫ്രഷ് ആവണം. കാരണം കിടഞ്ഞടഞ്ഞു പറഞ്ഞു. വലിയ രസമൊന്നുമില്ല, ജസ്റ്റ് നോർമൽ. അറിയാല്ല, എൻ്റെ ഹോബിയാണ് ഇതൊക്കെ. ഉടനെ ശരി നോക്കണം. എന്താ വലുതാവുന്ന സൈസ്. അപ്പോഴത്തേക്ക് എല്ലായിടും ഒന്ന് നോക്കട്ട്. അത് കുറേ തൊഴിഞ്ഞു കേട്ടാ, കുറേ തൊഴിഞ്ഞിട്ടുണ്ട്. ഇവിടത്തൊക്കെ പാതി കൂടുതലും പോയി. ഒന്നുമില്ല, ഇപ്രാവശ്യം നല്ല കുറവാ. ഇപ്രാവശ്യത്തെ എൻ്റെ കയ്യിൽ ഫോട്ടോ ഇല്ല, ഉണ്ടാകും ഞാൻ കാണിച്ചു തരാമായിരുന്നു. ഫോട്ടോ ഞാൻ അറ്റാച്ച് ചെയ്ത് വിടുമായിരുന്നു. അത്രയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം. എൻ്റെ പാതി പോലും ഈ പ്രാവശ്യം ഇതിലില്ല. ആ മരത്തിൽ ഏകദേശം 13-14 കൊലയോളം ഉണ്ടായിരുന്നു. ഇതിൽ 18-നും പ്ലസ് ഉണ്ടായിരുന്നു. ഇതിന് എടുത്ത് പല്ലിയെ കേട്ടപ്പ ഇതും കഴിച്ചിട്ട് വേണം പോയി കഴിക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന്. അപ്പോൾ അതുകൊണ്ടാകട്ടെ. ഇതും കഴിച്ചിട്ടാണ് കിടന്നുറങ്ങാൻ. കുട്ടി കയറാണ്. നല്ല ഉറങ്ങി പോട്ടാ. ഇടയ്ക്കൊന്നും എണീറ്റില്ല. ഉറക്കം എണീറ്റായിരുന്നു, പക്ഷേ മടിച്ച് വീണ്ടും തിരിച്ചു കയറാം. ഇത് തന്നെ കാര്യം കണ്ട. മേഘം മാത്രമേ കൊള്ളാവുള്ളൂ കേട്ടോ. ഡ്രാഗന്റെ തല തന്നെ, അല്ലെങ്കിൽ വല്ല പക്ഷിയുടെ തല, അത് തന്നെ, അങ്ങനെയൊക്കെ പറയാം. തല മേളിൽ പോണത് മൂടി കൊള്ളാം. ലെവല് നല്ല ഡൗൺ ആയി. താഴെ പോയി ഓപ്പൺ ചെയ്യേണ്ടി വരും. എങ്ങനെയാന്ന് അറിഞ്ഞൂടാ, നോക്കട്ടെ. അടുത്ത് കിട്ടിയായിരുന്നു കേട്ടാ. അതൊക്കെ ഇതിന്റെ ബീച്ചസ് മൂഞ്ചി. എന്റെ എക്സ്പെക്ടേഷനിൽ കറക്റ്റ് ആയിരുന്നു. പിന്നെ എല്ലാം കിട്ടിയ ഗോഡ് ഓർ വാട്ടാണ്, അതല്ലേ. ആ സമയത്ത് ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തുള്ളൂ. അത് കട്ട് ചെയ്ത് ഞാൻ വെക്കും. അത് എടുത്ത സമയത്ത് വോയിസ് ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ എടുത്തതിനും കൂടി ഉണ്ടായിരുന്നേ. അവൻ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുക. അതാണ് ഞാൻ അതിൽ സംസാരിക്കാത്തത്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട് എടുക്കേണ്ടത്. അതിന് വെയിറ്റ് ചെയ്യും. €USD നോക്കട്ടെ. ഞാൻ അത് അപ് ട്രെൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുവേണ്ടി എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നോക്കിയിട്ടുണ്ട് കേട്ടോ, കമ്പ്യൂട്ടർ ബേസ് നോക്കി. കുഴപ്പമില്ല. ഒരെണ്ണം അഡ്ജസ്റ്റ് ചെയ്യണം. സമയത്തിനനുസരിച്ച് അതും കൂടി ചെയ്യണം. അത് എത്താതെ തന്നെ നോർമലി ഇതാണ് കേട്ടാ. പക്ഷേ ഞാൻ എടുത്തില്ലായിരുന്നു, മാർക്ക് ചെയ്ത് വെച്ചതാ. ഞാൻ മിസ് ചെയ്തായിരുന്നു. എനിക്ക് കോള് വന്നായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. ലക്കിന് രക്ഷപ്പെട്ട്. ഇതെടുത്തില്ല, മനസ്സിലായല്ലേ. അതാണ് ഇവിടെ ഞാൻ എടുക്കുന്ന വിചാരിച്ചാണ്. ക്രോസ് ഓവർ ചെയ്ത് ഇവിടെ നിന്ന് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ച്. അപ്പൊ ഇത് എന്തായാലും തട്ടും, ഇതിൽ തട്ടും. 1:2. കുഴപ്പമില്ല, ഞാൻ എടുത്തില്ലായിരുന്നു. ലക്ക്
പ്യുവർ ലക്കാണ്, പ്യുവർ ലക്ക്. ചില സമയത്ത് ട്രേഡ് അവോയ്ഡ് ചെയ്യണത് നല്ലതാണ് കേട്ടോ, ചില സമയത്ത്. കാരണം ഭയങ്കര മൂവ്മെന്റ് കുറവാണ്. കാരണം അങ്ങനെ അന്നേരം അത്ര ഹണ്ടിങ് കുറഞ്ഞു, അല്ലെങ്കിൽ ഹണ്ടിങ് ഒന്നും വരില്ല എങ്ങനെ. ഇത് കറക്റ്റ് ട്രാപ്പിംഗ് ആണ്. കാരണം ഇതിന്റെ മേലെ പോകൂല, ലൈനിന്റെ മേലെ കയറണല്ല. പിന്നെ ഇൻഡിക്കേറ്റർ അല്ലേ, അതുകൊണ്ട് പിന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂല. മനസ്സിലായ? ഈ ട്രെൻഡിങ്ങിന്റെ ഇതിന്റെ താഴെ അങ്ങനെ വന്ന ട്രാപ്പിംഗ് ആണ്. കാരണം അതിന് അത്ര ട്രാപ്പ് വരൂല. പിന്നെ ഇപ്പോഴത്തെ ഇതിന്റെ താഴെ വന്ന ട്രെൻഡ് ചേഞ്ച് ആവാറായി. ഇത് ട്രാപ്പ് ഇവിടെ വന്ന് ട്രെൻഡ് ചേഞ്ച് ആയി. മനസ്സിലായ? ഇത് ട്രാപ്പിംഗ് ആണ്. പിന്നെ ആൾറെഡി ഇവിടെ നിന്നൊക്കെ അതിന്റെ ട്രേഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇവിടെ നിന്ന് അതിന്റെ താഴെ ഇരുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞ് ഇതിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, ഞാൻ കിട്ടിക്കോളും. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ പോയി ഫുള്ളൊന്ന് ചെക്ക് ചെയ്യട്ടെ സ്ഥലം. ഇന്നത്തെ ഒരെണ്ണം കിട്ടി, ഒരെണ്ണം ഹണ്ടായി, രണ്ടെണ്ണത്തിൽ ഒരെണ്ണം ഹണ്ടായി. കുഴപ്പമില്ല, പ്രോഫിറ്റാണ്. ഇനി ഇറങ്ങട്ടെ, പോയി ഫുള്ളൊന്ന് റൗണ്ട് അടിച്ച് വന്ന് ശാലം ഫുഡും കഴിയട്ടെ. ട്രേഡ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തോടത്തും തലയിടാൻ പാടില്ല. മൂവ്മെന്റ് എവിടെയുണ്ടോ അവിടെ മാത്രം ഇട്ടിട്ട് കാര്യമുള്ളൂ, എന്നാലേ കിട്ടുള്ളൂ. അത് കോളെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലെവലിന്റെ ആയിരിക്കും. ഇനി ഞാൻ പോയി എല്ലാം നോക്കട്ടെ. കുഴപ്പമില്ല, സെറ്റാണ് ഇവിടെ. കുഴപ്പമില്ല, സെറ്റാണ് ഇവിടെ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ പോയി ഫുഡ് കഴിക്കണം. മിക്കവാറും ഞാൻ ഫോണ് വീഡിയോ എടുക്കൂല, അവൻ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പം സൗണ്ട് ഉണ്ടല്ലോ, കോപ്പിറൈറ്റ് വരൂല, അതുകൊണ്ട് അതെടുക്കൂല. ഫുഡൊക്കെ കഴിക്കട്ടെ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇനി മീറ്ററിനൊക്കെ ഫോട്ടോ എടുത്തൊന്ന് സെറ്റാക്കണം. ഫോട്ടോ എടുക്കണം, ഇനി അതും കൂടി തന്നെ ഉള്ളൂ. ഇല്ല, മീറ്റർ സെറ്റാക്കിയിട്ടുണ്ട്, എഴുതി സെറ്റാക്കിയിട്ടുണ്ട്. റീഡിങ് എല്ലാം അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തുള്ള കൺട്രോൾ ഇവിടെ വരണില്ല, ഫോട്ടോ വരെ. അപ്പോൾ അവർ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ഇതാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. അതെ, കമ്പ്യൂട്ടർ ഫുള്ളൊന്ന് ചെക്ക് ചെയ്യാൻ. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, വാച്ച് ചെയ്യണം. അതെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.